നമുക്കെല്ലാവർക്കും നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണല്ലോ. ഈ പ്രിയപ്പെട്ട നാടിനെ പ്രതിനിധീകരിച്ചു പോയവർ നാടിൻ്റെ പ്രശ്നങ്ങളിൽ നാടിനോടൊപ്പം നിന്നില്ല. ഇതും ആളുകളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഈ കാലയളവിൽ നമ്മൾ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പല പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ കേരളത്തിനോടൊപ്പം അണിനിരക്കുന്ന, കേരളത്തിനു വേണ്ടി ശബ്ദിക്കുന്ന പ്രതിനിധികളായില്ല തങ്ങൾ തിരഞ്ഞെടുത്തവർ എന്ന് ഈ 18 പേരെക്കുറിച്ച് പൊതുവേ ബോധ്യമായിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിൽ നാടിനോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, നാടിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുന്നതിന് പറയുന്ന കള്ളന്യായങ്ങൾ ഏറ്റെടുക്കാനും അത് വെച്ച് വാദിക്കാനും ഇവർ തയ്യാറാകുന്നു എന്നതും എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു. ഫലത്തിൽ കേരളത്തോടൊപ്പമല്ല, കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനോടൊപ്പം വാദങ്ങൾ ഉയർത്തുന്ന പ്രതിനിധികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് എന്ന ദുഃഖഭാരം ഇത്തരം പ്രദേശങ്ങളിൽ ആളുകൾ പേറുന്നു എന്നതാണ് ഉണ്ടായ അവസ്ഥ. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വരാൻ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ കൂടെ നിൽക്കുന്ന പ്രതിനിധികളെയാണ് നാടിനാവശ്യം. രാജ്യത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറുള്ള ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്ക് ആവശ്യം. കഴിഞ്ഞ അനുഭവത്തിൽ അത്തരമൊരു നിലയെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ വോട്ടർമാർ നീങ്ങുന്നത് എന്താണ് ഇതേവരെയുള്ള അനുഭവം കാണിക്കുന്നത്. ഈ രാജ്യത്ത് ഒരുപാട് അവകാശവാദങ്ങൾ നാം കേൾക്കുന്നുണ്ട്. അതിൽ വിവിധ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ഉയർത്തുന്ന വാദഗതികളാണ് പലതും. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ അത് നമുക്ക് കണ്ടില്ലെന്ന് വെക്കാനാവില്ല. ഈ പറയുന്നവർക്കും അത് നിഷേധിക്കാനാവില്ല. നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമാണ്. ലോകത്ത് ആ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായൊരു സ്ഥാനവുമുണ്ട്. പക്ഷേ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. ഇത് നമ്മുടെ രാജ്യത്തെ അങ്ങേയറ്റം അപമാനിതമായ അവസ്ഥയിലെത്തിക്കുന്നതാണ്. രാജ്യത്തിൻ്റെ ദരിദ്രാവസ്ഥ കുറയുകയല്ല, ഓരോ വർഷം കഴിയുന്തോറും കൂടുകയാണ്. ലോക രാഷ്ട്രങ്ങളിൽ നമ്മൾ നേരത്തെ 55-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഈ 55-ൽ നിന്ന് പുറകോട്ട് പോവുകയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനം 107-ാമത്തെ സ്ഥാനത്താണ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ രാജ്യത്തിലെ ദരിദ്രാവസ്ഥ വർദ്ധിച്ച് വരികയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ആ പട്ടികയിൽ ബാക്കി നിൽക്കുന്നത് 14 രാഷ്ട്രങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്രയും പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രീതിയിൽ എത്താൻ എന്താണ് കാരണം? കോടാനുകോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് ദരിദ്രാവസ്ഥയിൽ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിനിടയാക്കിയത്
രാജ്യം അംഗീകരിച്ച ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമാണ്. ആ നയം തുടങ്ങിയത് കോൺഗ്രസ്സാണ്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ആ നയത്തിന് തുടക്കം. ഇപ്പോൾ BJP ആണ് ആ നയം ശക്തമായി നടപ്പാക്കുന്നത്. തുടങ്ങിയ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് നയം നടപ്പാക്കുന്നതെങ്കിലും BJP അതിനനുകൂലമായിരുന്നു. ഇപ്പോൾ BJP സർക്കാർ ശക്തമായി ഈ നയം നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് അതിനനുകൂലമാണ്. എന്താ കാരണം? രണ്ടു കൂട്ടരുടെയും നയമാണിത്. ഈ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. സാമ്പത്തിക നയം ഒരേ നയമാണ്. അതിൻ്റെ ഭാഗമായി ഈ രാജ്യത്തെ കുത്തകകൾ വൻ കുത്തകകളായി മാറുന്നു. സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു. ദരിദ്രർ പരമദരിദ്രരായി മാറുന്നു. ഇതാണ് കോൺഗ്രസും BJPയും അംഗീകരിച്ച് ഇവിടെ നടപ്പാക്കിയ ഇപ്പോൾ നിലനിൽക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാഗമായാണ് കടുത്ത സ്വകാര്യവൽക്കരണ നടപടികൾ നടക്കുന്നത്. ഇത് ഈ നയത്തിൻ്റെ പ്രശ്നമാണ്, പേരിൻ്റെതല്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും അവരോരോരുത്തരും അധികാരത്തിലിരുന്ന കാലത്ത് ഈ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ജനങ്ങൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തത്. സാധാരണ ജനങ്ങൾ. കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ പരിരക്ഷയും കിട്ടി. ഇതിനാണ് ഇവിടെ LDF പറയുന്ന ബദൽ നയം, രാജ്യത്ത് ഇടതുപക്ഷം പറയുന്ന ബദൽ നയം വേണ്ടത്. ബദൽ നയം കൊണ്ട് മാറ്റമുണ്ടാകുമോ? ആ മാറ്റം ഉണ്ടാകുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ദരിദ്രാവസ്ഥയുടെ കാര്യം മാത്രം എടുത്താൽ മതി. ദരിദ്രാവസ്ഥ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും കുറവ് ദരിദ്രാവസ്ഥയുള്ള സംസ്ഥാനം കേരളമാണ്. പരമദരിദ്രർ 0.7% ഇപ്പോൾ അതിലും കുറവായി. എന്നാൽ ബദൽ നയം LDF ഇവിടെ നടപ്പാക്കുമ്പോൾ LDF സർക്കാരിന് ആ 0.7% നിസ്സാരമായല്ല തോന്നിയത്. അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കണം എന്നാലോചിച്ചു. അങ്ങനെയാണ് പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മുക്തരാക്കാനുള്ള ഒരു പ്രത്യേക പരിപാടിക്ക് രൂപം കൊടുത്തത്. 64,006 കുടുംബങ്ങളാണ് ഇതിലുൾപ്പെട്ടിട്ടുള്ളത്. അവരെ ആകെ പട്ടികയാക്കി തിരിച്ചു കഴിഞ്ഞു. ഓരോ തദ്ദേശ ഭരണ അതിർത്തിയിലും എത്ര പേർ വീതമെന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിശ്ചയമുണ്ട്. എല്ലാ രീതിയിലും നടപടികൾ ഇവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചു, ഇവിടെ നമ്മുടെ 2025 നവംബർ 1
ഈ കുടുംബങ്ങളെ ആകെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. ഇതാണ് ടാർഗറ്റായി വെച്ചത്. ഒരു വർഷം പിന്നിട്ടു. കഴിഞ്ഞ നവംബർ 1 എത്ര കണ്ട് ആ പരിപാടി മുന്നോട്ട് പോയി എന്നത് ബഹുജനസമക്ഷം അവതരിപ്പിച്ചു. അപ്പോൾ ഏകദേശം പകുതിയോളം കുടുംബങ്ങൾ ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി കഴിഞ്ഞു. 47% കൂടുതൽ. ഉറപ്പാണ് ഈ വർഷം, ഇത് 2ാമത്തെ വർഷമാണ്, നവംബർ 1 ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാകും. എന്നാൽ ഒരു സംശയമില്ല, 2025 നവംബർ 1 നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ആ 2025 നവംബർ 1 ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു പരമദരിദ്ര കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. ഇതാണ് ബദൽ നയത്തിൻ്റെ പ്രത്യേകത. ഇത്തരമൊരു അവകാശവാദം നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് പുറപ്പെടുവിക്കാൻ കഴിയുമോ? പോട്ടെ, ഞങ്ങൾ പരമദരിദ്രാവസ്ഥയിലുള്ളവരെ എല്ലാം മോചിപ്പിക്കും എന്ന് പറയാൻ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് കഴിയും? എന്താ പ്രശ്നം? നയത്തിൻ്റെ തന്നെയാണ് പ്രശ്നം. ആഗോളവൽക്കരണ നയം അംഗീകരിച്ചവർ, ഉദാരവൽക്കരണ നയം, സ്വകാര്യവൽക്കരണ നയം, അതെല്ലാം അതിൻ്റെ ഭാഗമായി അംഗീകരിച്ചവർ പ്രോത്സാഹിപ്പിക്കുന്നത് കോർപ്പറേറ്റുകളെയാണ്, സാധാരണ ജനങ്ങളെയല്ല. സാധാരണ ജനങ്ങളെ പിന്തള്ളുകയാണ്. ഇതാണ് രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അത് മറച്ചു വെക്കാൻ എന്തെല്ലാം വിദ്യകൾ കാണിക്കാമോ അതിനാണ് BJP സർക്കാർ ഇപ്പോൾ ഉരുപ്പെടുന്നത്. BJP അതിനുവേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ച ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ആളുകളെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തുകയാണ്, മറ്റൊരു തരത്തിലേക്ക് അവരുടെ വികാരത്തെ മാറ്റുകയാണ്. യഥാർത്ഥ അവസ്ഥ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ BJP സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനോട് അതേ തരത്തിൽ പ്രതികരിക്കാൻ ഇവിടെ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നവർ സാധാരണ അവകാശപ്പെടാറുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നിറവേറ്റാൻ ആ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു മന്ത്രി തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിയാണത്. ആ ചടങ്ങിൽ പോയി പങ്കെടുത്തു. BJP എന്തൊക്കെയാണോ അന്ന് കാട്ടിക്കൂട്ടാൻ തയ്യാറായത് അതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളും കാണിക്കാൻ തയ്യാറായി. ഹിമാചലിൽ പൊതു അവധിയാണ് കൊടുത്തത്. കർണാടകയിൽ വലിയ തോതിലാണ് ഇതേ രീതിയിൽ കാര്യങ്ങൾ നീക്കിയത്. BJPയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നത് ഗൗരവമായി നാം കാണേണ്ടതാണ്. ഇവിടെ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണല്ലോ തെലുങ്കാന. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട
വാഗ്ദത്തം, കോൺഗ്രസിൻ്റെ വാഗ്ദത്തം, അവിടെ 100 മണ്ഡലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞാൽ 10 കോടി രൂപ വീതം ചെലവിട്ട് രാമക്ഷേത്രം പണിയുമെന്നായിരുന്നു. എവിടെയാണ് BJPയുമായുള്ള വ്യത്യാസം? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. കോൺഗ്രസ്സിന് BJP സ്വീകരിക്കുന്ന നിലപാടുകളിൽ വ്യക്തതയാർന്ന മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. ഇപ്പോൾ പാലസ്തീൻ വിഷയം നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ചിന്താഗതിക്കാരും സാമ്രാജ്യത്വ വിരുദ്ധ ചിന്താഗതിക്കാരുമെല്ലാം ഗൗരവമായി കണ്ടൊരു കാര്യമാണല്ലോ. ദേശീയ പ്രസ്ഥാന കാലം മുതൽക്കേ നമുക്കതിൽ നിലപാടുള്ളതാണ്. നമ്മുടെ രാജ്യം പാലസ്തീനെ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യാസർ അറാഫത്തിനെയും അരികിൽ നിർത്തിക്കൊണ്ടായിരുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇസ്രയേലിനെ നാം അംഗീകരിച്ചതേ ഉണ്ടായിരുന്നില്ല. എവിടെ എത്തി കോൺഗ്രസ്? നരസിംഹറാവുവിൻ്റെ കാലമായപ്പോൾ ആ നയത്തിൽ മാറ്റം വന്നു. ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നില വന്നു. പിന്നെ അത് ശക്തിപ്പെട്ടു വന്നു. ഇപ്പോഴോ BJP സിയോണിസ്റ്റുകളുടെ ഇരട്ട സഹോദരനായി കണക്കാക്കാൻ പറ്റുന്ന RSS നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി വലിയ ആത്മബന്ധം. ലോകമാകെ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളെ അപലപിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഈ ഗാസയിലെ ആദ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത്തവണ അന്ന് ഇസ്രയേലിൻ്റെ കൂടെയാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കാനാണ് ധൃതി കാണിച്ചത്. ഇസ്രയേലിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ്. നമ്മുടെ ആ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രയേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതാണല്ലോ. അദ്ദേഹത്തെ ആരും തിരുത്തിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും ആ നിലപാടാണ് ശരി, ഇതിൽ ഇസ്രയേലാണ് ശരി എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് മടിയുമുണ്ടായില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് എങ്ങനെ BJPയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു? ഇതാണോ വേറിട്ട് നിൽക്കൽ? അല്ലെങ്കിൽ സമരസപ്പെടലാണോ? എന്താണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്? ഇത് ഗൗരവമായൊരു വിഷയമാണല്ലോ. പലപ്പോഴും BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഘട്ടത്തിലും ഇത്തരമൊരു നടപടികൾ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് NIA ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. BJP ഗവൺമെൻറ്റാണ് അവതരിപ്പിച്ചത്. അത് വലിയ തോതിൽ ചില വിഭാഗങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുവന്നൊരു ബില്ലായിരുന്നു. മാത്രമല്ല, സാധാരണഗതിയിലുള്ള അവകാശങ്ങൾ പലതും ഹനിക്കുന്നതുമായിരുന്നു. പക്ഷേ ആ ബില്ലിന് BJPക്കാർ മാത്രമല്ല കൈപൊക്കിയത്, കോൺഗ്രസ്സുകാരും കൈപൊക്കി കൊടുത്തു. കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ ആ ബില്ലിന് ലഭിച്ചു. EAPA ആ ബില്ലിന് കൂടുതൽ കരുത്തു പകരുന്ന ഭേദഗതികളുമായി കേന്ദ്ര ഗവൺമെൻറ് വന്നു. അങ്ങേയറ്റം അപകടകരമായ വ്യവസ്ഥകളാണതിന്. നമ്മുടെ സാധാരണ നിയമസംഹിതയിൽ കാണുന്ന
പ്രോസിക്യൂഷൻ കുറ്റം തെളിയിക്കലല്ല, നിരപരാധിത്വം കുറ്റം ആരോപിക്കപ്പെട്ടയാൾ തെളിയിക്കണം. പക്ഷേ ആ ബില്ലിന് പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസ് നൽകിയത്. അതും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകമായി ചില വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് BJPയുമായി സമരസപ്പെടാൻ കോൺഗ്രസ്സിന് ഇത്രയധികം താല്പര്യം? ഇപ്പോൾ കാശ്മീർ വിഷയം വന്നു. നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമത്തിൽ പാർലമെൻറ്റായാലും നിയമസഭയായാലുമൊക്കെ പെട്ടെന്ന് വിഷയം അവതരിപ്പിക്കുകയല്ല, തലേ ദിവസം തന്നെ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയമെന്ന് അംഗങ്ങളെ അറിയിക്കും. ഇതൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി പറഞ്ഞതോ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. ഒരു ഭരണഘടനാ വകുപ്പ് റദ്ദ് ചെയ്യുമ്പോൾ സാധാരണ സ്വീകരിക്കേണ്ട നടപടികളുണ്ടല്ലോ, അതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല. ആ അറിയിപ്പോടെ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സംസ്ഥാനത്തെ കഷ്ണങ്ങളാക്കുന്നു. സംസ്ഥാനത്തെ വിഭജിക്കണമെങ്കിൽ അതിന് നിയതമായ ഒട്ടേറെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം. ഒന്നും തങ്ങൾക്ക് ബാധകമല്ല. ഇതോടെ സംസ്ഥാനം വിവിധ കഷ്ണങ്ങളാകുന്നു. എത്ര ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ്, ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ്, പാർലമെൻ്ററി നടപടിച്ചട്ടങ്ങൾക്ക് ചേരാത്ത രീതിയിലാണ് ആ കാര്യം കൈകാര്യം ചെയ്തത്. പക്ഷേ സഭയിലും പുറത്തും കോൺഗ്രസ്സിന് ആ പ്രശ്നം ശരിയായ രീതിയിൽ ഉയർത്താനോ പ്രതിഷേധിക്കാനോ കഴിഞ്ഞോ? എന്താണ് അവർക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള വിഷമം? മാത്രമല്ല, പല കോൺഗ്രസ്സുകാരും ഈ ബില്ല് കൊണ്ടുവരാൻ തയ്യാറായ BJPക്കാരെ അനുമോദിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകൾ എത്ര പേരാണ് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്? ഇന്ന് നമ്മുടെ രാജ്യത്തെ 12 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ BJPയുടെ നേതൃസ്ഥാനങ്ങളിലിരിക്കുകയാണ്. ഇതാണ് രാജ്യത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച, അതിന് നേതൃത്വം കൊടുത്ത വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ, കേന്ദ്രമന്ത്രിമാർ, AICC ഭാരവാഹികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരവാഹിത്വം വഹിച്ചവർ, അറിയപ്പെടുന്ന എത്രയോ പ്രധാനികളായ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് BJPയിൽ അണിനിരന്നിരിക്കുകയല്ലേ. എന്താണിത് കാണിക്കുന്നത്? ഇനി ഒരിടത്ത് കോൺഗ്രസ്സിനെ വിജയിപ്പിച്ചു എന്ന് വിചാരിക്കുക, ആ വിജയിപ്പിച്ചവർ അതേ രീതിയിൽ അവിടെ നിൽക്കുമോ? ഒരു സംസ്ഥാന ഭരണം BJP ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക, BJP ആ ഭരണം കോൺഗ്രസ്സിന് ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക, കോൺഗ്രസ് ആ ഭരണം BJP ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ? ഇതല്ലേ നടക്കുന്നത്? ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ സംഭവിച്ച അതല്ലേ? അരുണാചലിൽ നേരത്തെ 2016 അവിടെയുള്ള മൊത്തം 60 സീറ്റിൽ 44 കോൺഗ്രസ്സുകാരാണ് ജയിച്ചു വന്നത്, നല്ല ഭൂരിപക്ഷം. പക്ഷേ ആ 44-ൽ 43 പേര്, മുഖ്യമന്ത്രി അടക്കം, BJPയുടെ കൂടെ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയിലേക്ക് ആദ്യം പോയി. അത് കുറച്ച് നാൾ, തൊട്ടു പിന്നാലെ നേരെ BJPയായി ഇവരെല്ലാവരും. അപ്പോൾ കോൺഗ്രസ് ഭരണം അപ്പടി BJP ഭരണമായി. ഗോവ, അവിടെ 17 സീറ്റ് 2017 നേടി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ 40 അംഗങ്ങളിൽ 13 BJP ഉള്ളൂ. ഈ 17 ഉള്ളവർ ഞങ്ങൾ
ഗവൺമെൻറ് രൂപീകരിക്കാൻ തയ്യാറാണെന്ന് അവകാശപ്പെടുന്ന നിലയുണ്ടായില്ല. എന്ത് സംഭവിച്ചു? ഈ 17-ൽ 10 പേര് BJP ആയി. അവസാനം ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുമ്പോൾ ഒരാൾ മാത്രമാണ് ബാക്കി. അത് പഴയ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച അവിടുത്തെ കാമത്ത് ഒരിക്കലും പോകില്ല എന്ന് കോൺഗ്രസ്. പിറ്റത്തെ തെരഞ്ഞെടുപ്പ് 22-ൽ കാമത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തി. 11 സീറ്റ് കിട്ടി. എന്താ സംഭവിച്ചത്? ആ 11 പേരും കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ആകെ BJP ചേർന്നു. ഇങ്ങനെയൊരു നാണം കെട്ട പാർട്ടിയെ കാണാൻ കഴിയും? ഇതല്ലേ അവസ്ഥ? ഇതേതെങ്കിലും ഒരിടത്ത് മാത്രം സംഭവിക്കുന്നതല്ലോ, പലയിടങ്ങളിലായി സംഭവിക്കുകയാണല്ലോ. ഇപ്പോൾ കർണാടകയിൽ ഓർമ്മയില്ലേ, കഴിഞ്ഞ 2018-ലെ തെരഞ്ഞെടുപ്പ് ജനതാദളും കോൺഗ്രസും കൂടി ഭൂരിപക്ഷം നേടി. അന്ന് കോൺഗ്രസ്സിലെ 17 MLA-മാരാണ് BJP-യുടെ കൂടെ പോയത്. അങ്ങനെയല്ലേ അവിടെ BJP ഗവൺമെൻറ് വന്നത്? BJP-യെ ജയിപ്പിച്ചാൽ BJP അവിടെ നിൽക്കും, കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ കോൺഗ്രസ് അവിടെ നിൽക്കുമോ? കോൺഗ്രസ്സായിട്ട് നിൽക്കുമോ? പിന്നെ അവർ BJP-ആയി മാറുന്ന കാഴ്ചയല്ലേ കാണുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളെന്നറിയപ്പെട്ട ആളായിരുന്നില്ലേ ജ്യോതിരാദിത്യ സിന്ധ്യ? മധ്യപ്രദേശിലെ വലിയ പ്രധാനിയായിട്ട് കണക്കാക്കപ്പെട്ടതല്ലേ? മധ്യപ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ്. ആ കോൺഗ്രസ് ഗവൺമെൻറ് വീണതെങ്ങനെയാണ്? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിലുള്ള 23 കോൺഗ്രസ്സുകാർ BJP ആയി. അതോടെ ഭരണം BJP-യുടെ കയ്യിലായി. ഇതല്ലേ രാജ്യത്ത് നടക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്? നമ്മുടെ കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നാണല്ലോ നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ ഒരാളിവിടെ പരസ്യമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടില്ലേ? അല്ല, എന്തൊരു വീരവാദമായിരുന്നു അത്! ഞാൻ വേണമെങ്കിൽ BJP ആവും, അതാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നല്ലേ ചോദിച്ചത്? അത് KPCC പ്രസിഡൻ്റായിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നല്ലേ അങ്ങനെ ഒരു ചോദ്യം വന്ന് വേണമെങ്കിൽ കോൺഗ്രസ് ആകും, BJP ആവും എന്ന് പറഞ്ഞത്? എന്തായി? ഇപ്പോൾ IT സെൽ സെക്രട്ടറി നേരത്തെ പോയി. ഇപ്പോൾ അതാ വേറൊരു പ്രധാനി അച്ഛൻ്റെ മോളും പോയിരിക്കുന്നു. 2 കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളാണല്ലോ ഇപ്പോൾ BJP-യിൽ എത്തിയിട്ടുള്ളത്. ഇനി എത്ര പേര് എത്താനുണ്ട്? ഏതെല്ലാം ആളുകൾ ഈ വിലപേശി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ആർക്കറിയാം? പല വിവരങ്ങളും അല്ലേ പുറത്തു വരുന്നത്. അത് ചിലത് BJP നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, ഇതോടുകൂടി അവസാനിക്കുന്നില്ല, ഞങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്നല്ലേ പറയുന്നത്. ആരെ വിശ്വസിക്കും? കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നു, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്? ഇതല്ലേ നമ്മുടെ അനുഭവത്തിലുള്ള അവസ്ഥ. ഇത് നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇത് ജനങ്ങൾ ഗൗരവമായി കാണുകയാണ്. ഇത്തരത്തിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ജനങ്ങൾ പൊതുവെ എത്തിച്ചേരുന്ന നിഗമനം. ഇവിടെ ആർക്കും സംശയമൊട്ടുമില്ലാതെ കളങ്കരഹിതമായി നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷമുണ്ട്. കേരളത്തിലത് LDF ആണ്. ഒരു തരത്തിലുള്ള ദുസ്വാധീനത്തിനും ഇരയാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ മതനിരപേക്ഷത നിലനിർത്തുന്നതിന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന്, എന്തിനധികം പാർലമെൻ്ററി ജനാധിപത്യം തന്നെ സംരക്ഷിക്കുന്നതിന്
ഇടതുപക്ഷ സാന്നിധ്യം പാർലമെൻറ്റിൽ ഒഴിച്ചുകൂടാത്തതാണ്. അത് ജനങ്ങൾ പരക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു പ്രത്യേകത കൂടി ഈ ഘട്ടത്തിലുള്ളത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ധാരാളം പ്രമുഖരായ നേതാക്കളുണ്ട്, അതുകൊണ്ട് വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിലിപ്പോൾ ഒരു പ്രത്യേക ദുരന്തമായി വന്യജീവി ആക്രമണത്തെ നാം കണ്ടല്ലോ. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ശരിയായ രീതിയിൽ പരിഹരിക്കണമെങ്കിൽ ഇന്നത്തെ വന്യജീവി നിയമത്തിൽ ഭേദഗതി വരണം. വന്യജീവി നിയമത്തിൽ ഭേദഗതി വന്നാൽ മാത്രമേ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാൻ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും ജില്ലയിലെ കലക്ടറായാലും മറ്റുള്ളവരായാലും എല്ലാവർക്കും കഴിയും. ഇതാണ് ഇന്നുള്ള അവസ്ഥ. ഈ നിയമം ആരുണ്ടാക്കിയതാ? ഈ നിയമം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് ജയറാം രമേശാണ് ആ നിയമം ശക്തിപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി പിന്നീട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഉപവകുപ്പുകൾ പിന്നീട് പലതരത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണെങ്കിൽ പിന്നീട് ആ നിയമം ഇപ്പോൾ നടപ്പാക്കുന്നത് BJP ഗവൺമെൻറ്റാണല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു ഇത് ഭേദഗതി ചെയ്യണം. അതിന് മറുപടി കേന്ദ്ര വനം മന്ത്രി ഇവിടെ വന്ന് തന്നെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം അതേ രീതിയിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ BJP സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടു കൂട്ടരുമാണ് ഇന്നത്തെ അവസ്ഥക്ക് കാരണം. ആ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒരു 13 പേരെ കൊന്ന ഒരു കടുവയുണ്ടായിരുന്നു. ഒരാളെ ഏകദേശം 60% കടുവ ഭക്ഷിക്കുകയും ചെയ്തു. അവസാനം 2018 നവംബർ 2 അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹം ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ പുറപ്പെടുവിച്ചു. ഈ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ്. ഇവിടെ മനുഷ്യന് വില കൽപ്പിക്കുന്നില്ല, അതാണ് അവസ്ഥ. ഇത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുണ്ടല്ലോ, മിക്കവാറും രാഷ്ട്രങ്ങളിലുണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. പ്രായോഗികമായി മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭേദഗതി വരണം. മറ്റൊരു കാര്യം, 18 MP ഇവിടുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഇവരാരെങ്കിലും ശബ്ദിച്ചോ? ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടോ? എന്താണ് അവർക്കത് ആവശ്യപ്പെടാൻ കഴിയാത്തത്? പോട്ടെ, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സ്ഥലമാണല്ലോ വയനാട്. വയനാടിൻ്റെ MP ആയിരുന്നല്ലോ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നല്ലോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴുള്ള നില വെച്ച് പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നാൽ സ്പീക്കറുടെ കസേരയിലിരിക്കുന്ന ആരായാലും അദ്ദേഹത്തിന് സമയം കൊടുക്കുമല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഈ പ്രശ്നം പാർലമെൻറ്റിൽ പരാമർശിക്കാൻ കഴിഞ്ഞോ? ഇത് ഭേദഗതി ചെയ്യേണ്ടതാണെന്ന് ആവശ്യപ്പെടാൻ കഴിഞ്ഞോ? അപ്പോൾ കോൺഗ്രസും BJPയും സ്വീകരിക്കുന്ന നിലപാട് അവർ നേരത്തെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായതല്ല, ഈ നിയമത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അത് ഭേദഗതിയാണ് ആവശ്യം. സംസ്ഥാന സർക്കാരിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാനാകുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കൂടുതൽ വിശദമായി സമയമെടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ എല്ലാ നടപടികളും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ദുരനുഭവം ആവർത്തിച്ചുകൂടാ. ഇതാണ് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ
നേരത്തെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഏതെല്ലാം ഘട്ടത്തിൽ ഒരു പാർലമെൻറ്റ് അംഗമെന്ന രീതിയിൽ ഇടപെടണമോ ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പൊതുവായ പ്രശ്നങ്ങൾ പാർലമെൻറ്റ് ഉന്നയിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ തൻ്റെ പൊതുജീവിതം പൂർണ്ണമായി ഒഴിഞ്ഞുവെച്ചയാളാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രനെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ ഒരു സഹോദരതുല്യ സ്നേഹത്തോടെ കാണുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രയേലിനെ പോലെ ലോകം മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അത്തരം നിലപാടുകളൊന്നും പന്ന്യൻ രവീന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും യോഗ്യനായ ഒരാളെയാണ് ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. ഇതാണ് 20 മണ്ഡലങ്ങളിലെയും സ്ഥിതി. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അഭൂതപൂർവമായ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. വൻപിച്ച സ്വീകാര്യത ആദ്യഘട്ടത്തിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. റിക്കാർഡ് വിജയത്തിലേക്ക് LDF കുതിക്കുന്നുവെന്നാണ് ഇത് നൽകുന്ന സൂചന. സഖാവ് പന്ന്യൻ രവീന്ദ്രനെ വലിയ തോതിൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള കമ്മിറ്റിയാണ് ഇവിടെ വെച്ച് രൂപം കൊള്ളുന്നത്. ആ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.